ചില നേതാക്കന്മാർ ആ സെക്കുലറിസം മുഴുവൻ കൈവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് RSSനും BJPക്കും അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ EV അൻവർ അതിലുണ്ടാവില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഭയങ്കര ആ കുടുംബത്തിന് അങ്ങനെയല്ലേ, നമ്മളെ പാരമ്പര്യതാണ്. നീ പോട്ടെ 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 പോട്ടെ. ഒടുവിൽ PV അൻവർ MLA എഴുന്നേറ്റിരിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ട പത്രസമ്മേളനത്തിൽ CPM ലീഡർഷിപ്പിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ അക്ഷരാർത്ഥത്തിൽ അഗ്നിവർഷം നടത്തിയതിനു ശേഷമാണ് PV അൻവർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നത്. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയിരിക്കുന്നുവെന്ന് ഇപ്പോഴും CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുള്ള PV അൻവർ പറയുന്നു. എന്തിനാണ് CM ഇങ്ങനെ P ശശിയെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. കാട്ടുകള്ളനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി, കാട്ടുകള്ളനായ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ മുഖം വികൃതമാക്കുന്നു എന്ന് പറയുന്നു. കേരളത്തിലൊരു നെക്സസ് ആണുള്ളത്, അതുകൊണ്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നും ഈ വിഷയം കാര്യമായി എടുക്കാത്തത് എന്ന് CPMന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ LDFന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ നിലമ്പൂർ MLA PV അൻവർ വാർത്താ സമ്മേളനം നടത്തി ആരോപിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് നേരെ, മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ, മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ. ഒരു റിയാസിനെ നന്നാക്കാൻ ഈ പാർട്ടിയെ നശിപ്പിക്കരുത്, ഒരു റിയാസിന് വേണ്ടി ആകരുത് ഈ പാർട്ടി എന്ന് CPM പ്രവർത്തകരോടുകൂടി PV അൻവർ പറയുകയാണ്. എന്നും മാത്രമല്ല, അദ്ദേഹം ഒരു പൊതുസമ്മേളനം വിളിക്കുന്നു നിലമ്പൂരിൽ അടുത്ത ദിവസം. മുഖ്യമന്ത്രി ചതിച്ചു എന്നുള്ളതാണ് PV അൻവറിന്റെ ഏറ്റവും വലിയ പരാതി. ആ മനുഷ്യൻ എന്നെ ചതിച്ചു, കേന്ദ്രവും കേരളവും ഒന്നാണ് തുടങ്ങി. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ മൈക്ക് കെട്ടി പറയേണ്ടി വരില്ലായിരുന്നു എന്ന് വരെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അതിരൂക്ഷമായ വിമർശനം നിലമ്പൂർ MLA PV അൻവർ ഉയർത്തുകയാണ്. ആ സൂര്യൻ കെട്ടുപോയിരിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും താങ്കളെ വെറുക്കുന്നു എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു എന്ന് അൻവർ പറയുന്നു. നിങ്ങളുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് താഴ്ന്നുവെന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ കണ്ഠമിടറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് PV അൻവർ പറയുന്നു. അങ്ങനെ CPMന് സമീപകാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി നൽകിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് നിലമ്പൂർ MLA PV അൻവർ. വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ. അദ്ദേഹം ഞാൻ MLA സ്ഥാനം രാജിവെക്കില്ല, ഈ MLA എന്ന 3 അക്ഷരം എനിക്ക് ജനങ്ങൾ തന്നതാണ് എന്ന് പറയുന്നു. അത് രാജിവെച്ച് കളയാനുള്ളതല്ല എന്ന് പറയുന്നു. ഒപ്പം ഞാൻ ഇനി CPMന്റെ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ ജനങ്ങളെ അറിയിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ P ശശിക്കെതിരെ, പിണറായി വിജയനെതിരെ, MV ഗോവിന്ദനെതിരെ, മുഹമ്മദ് റിയാസിനെതിരെ, CPMനെതിരെ, സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് PV അൻവർ നടത്തിയിരിക്കുന്നത്. അഭൂതപൂർവമായ ഒരു വാർത്താ സമ്മേളനം എന്ന് നമുക്ക് ഈ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം 4:30 മുതൽ 6:30 വരെ നീണ്ടുനിന്ന ഈ വാർത്താ സമ്മേളനത്തിൽ ഓരോ അമ്പും ഓരോ അസ്ത്രങ്ങളും ചെന്ന് തറച്ചത് മുഖ്യമന്ത്രിക്കും CPMനും മേലെയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തിയതിനു ശേഷം, ഇങ്ങനെയാണ് കരിപ്പൂരിൽ പിടിക്കുന്ന സ്വർണം പോലീസ് വെട്ടിക്കുന്നതെന്ന് സ്ഥാപിച്ചതിന് ശേഷമാണ് പാർട്ടിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ. കഴിഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദം അടക്കം എടുത്തുയർത്തിക്കൊണ്ട് ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ചിരിക്കുന്നു. കടന്നൽ രാജ എന്ന് CPM പ്രവർത്തകർ ആഘോഷിക്കുന്ന നിലമ്പൂരിന്റെ MLA PV അൻവർ അനിതര സാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തെ CPM നേരിടുന്നു. മുഖ്യമന്ത്രി സ്വാഭാവികമായും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. CPM സ്വാഭാവികമായും മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എപ്പോഴുണ്ടാകും പാർട്ടിയുടെ മറുപടി, എപ്പോഴുണ്ടാകും മുഖ്യമന്ത്രിയുടെ മറുപടി. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. CK വിജയനുണ്ട് കോഴിക്കോട്, അമലുണ്ട് തിരുവനന്തപുരത്ത്, ഈ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന അരുൺ അമൃതനാഥ് ഉണ്ട് മലപ്പുറത്ത്. അങ്ങനെ ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തയ്യാറാണ്. ആദ്യം CK വിജയനിലേക്ക്. വിജയൻ, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അൻവർ ഉയർത്തിയിരിക്കുന്നത്. ആദ്യം മലപ്പുറം SP-ക്കെതിരെ വെടിപൊട്ടിച്ച് തുടങ്ങിയതാണ്. മലപ്പുറം SP-യിൽ നിന്ന് ADGP MR അജിത് കുമാറിലേക്ക്, MR അജിത് കുമാറിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്ക്, P ശശിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഡയറക്റ്റ് ആയിട്ട് ഇനി മുഖ്യമന്ത്രിയെ പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെക്കുകയാണ് അൻവർ. ഇനി എന്തൊക്കെ സംഭവിക്കും? മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി, സാമൂഹികമായി, സാംസ്കാരികമായി, എന്തിന് വ്യക്തിപരമായി വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അൻവർ പൊളിച്ചടക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ഒരു സഭ്യമായ ഭാഷയിൽ രാഷ്ട്രീയമായ ഒരു വേദിയിൽ കൊണ്ട് ഒരാൾക്ക് ഇതിൽ കൂടുതൽ ഒരു മുഖ്യമന്ത്രിയെ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിലെ ഒരു മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത വിമർശനം EMS മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ ഒരു CPMന്റെ മുഖ്യമന്ത്രിയും നേരിട്ടിട്ടില്ലാത്ത ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിരിക്കുന്നത്. അതും ഒരു MLA-യിൽ നിന്ന്, അതും ഒരു ഭരണപക്ഷ MLA-യിൽ നിന്ന്. അതുകൊണ്ട് ഇതിനെ
ഏതെങ്കിലും രീതിയിൽ ചുരുക്കി കാണാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മളുടെ വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും പ്രയോഗങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വിശദീകരണങ്ങൾ കൊണ്ടോ പോലും ഒതുക്കി തീർക്കാവുന്ന ഒന്നല്ല. അത്രമാത്രം ആഴവും പരപ്പും എല്ലാമുള്ള വിമർശനമാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അൻവർ ഉന്നയിച്ച വിമർശനങ്ങളുടെ വിശ്വാസ്യതയാണെങ്കിൽ പൊതുസമൂഹത്തിന് അത് പൊതുവിൽ കൂടുതലും ബോധ്യപ്പെടുന്ന വിഷയങ്ങളാണ് ഉള്ളത്. അതിനുവേണ്ടി അദ്ദേഹം 2 സാക്ഷികളെ കൊണ്ടുവന്നിരിക്കുന്നു. കുടുംബസമേതം 2 സാക്ഷികളെ കൊണ്ടുവന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ഒന്ന് ADGP MR അജിത് കുമാറും രണ്ടാമത്തേത് P ശശിയുമാണ്. ഈ 2 പേർക്കും പൊതുസമൂഹത്തിൽ അത്ര വൈകാര്യതയോ പാർട്ടി അണികളിൽ അത്ര വലിയ വിശ്വാസ്യതയോ ഒന്നും തന്നെ ഉള്ള ആൾക്കാരുമല്ല. അതുകൊണ്ട് അൻവറിന്റെ വിമർശനത്തെ പൊതുസമൂഹം പ്രത്യേകിച്ച് ഉൾക്കൊള്ളും എന്ന് തന്നെ നമുക്ക് കരുതാം. അത് CPM ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. പ്രതിരോധിക്കും PV അൻവറിനെ എന്നുള്ളതാണ് ഇനി വരുന്ന നിമിഷങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും ഉറ്റുനോക്കുന്നത്. ഞാൻ വരാം വിജയനിലേക്ക്. അരുൺ അമൃതനാഥ് നേരിട്ട് അൻവറിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അരുൺ, എന്താണ് അൻവറിന്റെ പദ്ധതി? അദ്ദേഹം കടന്നാക്രമിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, പിണറായി വിജയനെയാണ്, സാക്ഷാൽ പിണറായി വിജയനെ. ഇനി അദ്ദേഹത്തിന് ഒത്തുതീർപ്പുകൾക്ക് ഇടമില്ല, ഇനി കോംപ്രമൈസുകൾ സാധ്യമല്ല. പിണറായി വിജയനെതിരെ നേരിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയ അൻവർ ഇനി എങ്ങോട്ടാണ്, എന്താണ് ചെയ്യുക? അഭിലാഷ്, PV അൻവർ സൂപ്പർ ഓവറിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കണം. വിക്കറ്റുകൾ എടുക്കാൻ ഇറങ്ങിയ അൻവർ സൂപ്പർ ഓവറിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. ഈ ഒരു ഘട്ടം വരെ മുഖ്യമന്ത്രിയെ തള്ളി പറയാൻ അൻവർ തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വരെ അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും തള്ളി പറയില്ലെന്നായിരുന്നു. പക്ഷേ ഇന്ന് തള്ളി പറയുക മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുതൽ ഓരോന്നായി എടുത്ത് അതിന് മറുപടിയായി പ്രതിചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൗണ്ടർ ചെയ്തിരിക്കുകയാണ് അൻവർ. തുടക്കത്തിൽ മുഖ്യമന്ത്രി സ്വർണത്തിന്റെ കണക്ക് നിരത്തിക്കൊണ്ടായിരുന്നു അൻവറിനെ കടന്നാക്രമിച്ചത്. അതിനുൾപ്പെടെ വീഡിയോ സഹിതം 2 തെളിവുകൾ കാണിച്ചായിരുന്നു മുഖ്യമന്ത്രി ഈ വാർത്താ സമ്മേളനം തുടങ്ങി വെച്ചത്. പിന്നാലെയാണ് ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് കടന്നത്. അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഈ പരാതി ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് കാണാൻ പോയി. മുഖ്യമന്ത്രിയോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു. താങ്കൾ സീറോയിലേക്ക് താന്നിരിക്കുകയാണ്, പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും താങ്കൾക്കൊരു വിലയില്ലെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു. അത് തൊട്ടപ്പുറത്തിരിക്കുന്ന P ശശിയാണ് അതിന് കാരണക്കാരനെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ പോലും തൻ്റെ പരാതി അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് തോന്നിയത്. ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് എന്ത് പറയണമെന്നറിയാത്ത സ്ഥിതിയായി, കണ്ണ് നിറഞ്ഞു. അപ്പോൾ കൂടി മുഖ്യമന്ത്രിയോട് ചോദിച്ചു പറഞ്ഞോട്ടെ എന്ന്. മുഖ്യമന്ത്രി സൂക്ഷിച്ച് പറഞ്ഞോളൂ എന്ന് പോലുമല്ല പറഞ്ഞത്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ തുടർച്ചയായ നടപടികൾ ഉണ്ടാകുന്നു. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുടർച്ചയായി സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിലെല്ലാം ഞാൻ വിജയിച്ചു എന്ന് കരുതി ജനങ്ങളെല്ലാം ഈ പ്രത്യേകിച്ചും പാർട്ടി ഉൾപ്പെടെ വിലയിരുത്തലുണ്ടായി. പക്ഷേ ഞാൻ അതിൽ അപ്പോഴും എനിക്ക് എന്തോ ഒരു സംതിങ് റോങ് ആയി, എന്തോ ഒരു തെറ്റുണ്ടെന്ന് അപ്പോഴേ കരുതിയതായി അൻവർ പറയുന്നു. അങ്ങനെ നീണ്ടു പോകുന്ന അൻവറിന്റെ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നത് ഗുരുതരമായി തന്നെ റിയാസിലേക്കാണ്. റിയാസ് ഇത് നിയന്ത്രിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഒരു വലിയൊരു നെക്സസ് ഉണ്ട്. ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഈ എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതൃനിരയും ഒറ്റക്കെട്ടായി തന്നെ ഈ പ്രശ്നത്തെ നേരിടുന്നു. അവിടെ ഈ സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ, ഈ പാർട്ടി സഖാക്കളുടെ ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ നെക്സസിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ പ്രതിപക്ഷം പോലും ഈ ആരോപണങ്ങളെല്ലാം ഏറ്റെടുക്കാൻ മടിക്കുന്നത്. മുഖ്യമന്ത്രിയാകും എന്നുകൂടി പറഞ്ഞു.